സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അത് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമല്ല, ഫ്രീക്വൻസിയുടെ പ്രശ്നമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ലളിതമായ പരീക്ഷണമാണ്. പക്ഷെ അതിനു പിന്നിൽ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാവുന്ന ഒരു പാഠമുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇവിടെ ഫ്രീക്വൻസി 412 ഹെർട്സ് ആണ്. അതിന് വൈബ്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതിനോട് ചേർത്ത് ഒരു ചെറിയ ബോള് കെട്ടിയിരിക്കുകയാണ്. ഇപ്പുറത്ത് മറ്റൊരു ഫോർക്ക് ഉണ്ട്, പക്ഷെ അത് 512 ഹെർട്സ് ആണ്. അത് നമുക്ക് തട്ടി വൈബ്രേഷൻ കൊടുക്കാം. എന്ത് സംഭവിക്കുന്നു നോക്കാം. എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കൂ. 412 ഹെർട്സ് ഫോർക്ക് പൂർണ്ണമായും ശാന്തമായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രതികരണം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതേ 412 ഹെർട്സ് ഉള്ള മറ്റൊരു ഫോർക്ക് എടുത്തിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ചാൽ അതേസമയം ഇപ്പുറത്തുള്ള ഫോർക്ക് തന്നെ ഉണരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വൈബ്രേഷൻ പാസ് ചെയ്യുകയാണ്, ബോൾ ചലിക്കുന്നുണ്ട്. ഇവ രണ്ടും ഒരേ തരംഗത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ കാണാൻ സാധിക്കും. ഫിസിക്സിൽ ഇതിനെ പറയുന്നത് റിസോണൻസ് ആണ്. ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് ഘടകങ്ങൾ വൈബ്രേഷൻ കൈമാറുകയാണ്. അവിടെ എനർജി പങ്കിടുകയാണ്, അവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇത് നമ്മുടെ ജീവിതത്തിലും എത്ര ശരിയാണ്. ചിലരോടൊപ്പം നമുക്ക് വളരെ കംഫർട്ട് ഫീൽ ഉണ്ടാകും. അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. നമുക്ക് ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്ന മിനിറ്റിൽ തന്നെ അവർ നമ്മളോട് ചോദിക്കും, നിനക്ക് ചായ വേണോ എന്ന്. കാരണം ഫ്രീക്വൻസി ഒരേപോലെയാണ്. ചിന്തകളും വികാരങ്ങളും എനർജിയും സിങ്ക്രണൈസ് ആയി പോകുന്നതാണ് ഇതിന് കാരണം. പക്ഷെ ഒരേ വേവ് ലെങ്ത് അല്ലാത്തവരായാലോ, നീ ആവേശത്തോടെ വളരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. നിങ്ങൾ വലുതായി സ്വപ്നം കാണുമ്പോൾ അവർക്ക് ഭയമുണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ബന്ധങ്ങളും കൂട്ടുകാരും സഹപ്രവർത്തകരും ലൈഫ് പാർട്ണറും. ഒരേ വൈബ്രേഷൻ ഇല്ലെങ്കിൽ ലൈഫിന്റെ ഫ്ലോ തന്നെ ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ട് ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെ ആളുകളോട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കൂടുതൽ ലഭിക്കുന്നത്, ആരോടാണ് നിങ്ങൾ കൂടുതൽ കാമായി ഇൻസ്പയർഡായി അലൈവായി എന്ന് ഫീൽ ചെയ്യുന്നത്, അവരാണ് നിങ്ങളുടെ റിസോണൻസ് സോൺ. അവരോടൊത്ത് നിങ്ങൾക്ക് തീർച്ചയായും വളരാൻ സാധിക്കും. ഇത് സയൻസിലുള്ള ഒരു ലോയാണ്. ഒരേ ഫ്രീക്വൻസിയിലുള്ള വസ്തുക്കൾ സ്വാഭാവികമായും സിങ്ക്രണൈസ് ചെയ്യും. ലൈഫിലും അതേ നിയമം പ്രയോഗിക്കുന്നു. ഒരേ മൈൻഡ് സെറ്റ്, ഒരേ എനർജി, ഒരേ പർപ്പസ് ഉള്ളവർ ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ജീവിതം സംഗീതമായി മാറും. ഫ്രണ്ട്സ്, മെസ്സേജ് സിമ്പിൾ ആണ്. ജോലി, ബന്ധം, കൂട്ടുകാർ, ഈവൻ യുവർ ടീം ഒരേ ഫ്രീക്വൻസി, ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ വളരാൻ കഴിയും. റിസോണൻസ് ഫിസിക്സിൽ എനർജി എക്സ്ചേഞ്ച് ആണെങ്കിൽ ലൈഫിൽ അത് അണ്ടർസ്റ്റാൻഡിങ്, എംപതി ആൻഡ് വൈബ്രേഷൻ ആണ്. അതുകൊണ്ട് വ്യത്യസ്തമായവരോട് ചേരരുത് എന്നല്ല, പക്ഷേ സിങ്ക്രണൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, വൈബ്രേഷൻ മാച്ച് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബിക്കോസ് ഫൈനലി ലൈഫ് വൈബ്രേറ്റ്സ് ബെസ്റ്റ് വെൻ ഫ്രീക്വൻസീസ് മാച്ച്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. ഇതുപോലുള്ള തോട്ട് പ്രൊവോക്കിംഗ് വിഷയങ്ങൾക്കായി ഫോളോ ചെയ്യുക. ബിക്കോസ് എവറി വൈബ്രേഷൻ കൗണ്ട്സ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു.